നമ്മൾ ആനെ പരിചയപ്പെട്ടു. ആൻ നമ്മുടെ NHS ഏതാ ബാൻഡ് ഏതാ? കുഴപ്പമില്ല, നല്ല കോഴ്സാണത്. ചെയ്തിട്ട് UK വരുമ്പോ അത് വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. ശരിക്കും ഇപ്പൊ ലഗേജ് എടുത്തപ്പോ അലീനക്ക് ചെറിയൊരു പണി കിട്ടിയില്ല. അലീനയുടെ 2-3 പ്രൊഡക്ട്സ് എടുത്ത് മാറ്റി. അപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് അലീനാനെ പരിചയപ്പെട്ടു. അലീന ഗോൾചെസ്റ്ററിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ UK വന്നിട്ട് ആദ്യമായിട്ട് നാട്ടില് പോവാണ് ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പം എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം നാട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്, കാരണം ഇവിടെ വന്നിട്ട് ഇപ്പൊ 11 months ആയിട്ടേ ഉള്ളൂ. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് വീട്ടിൽ പോയി എല്ലാവരും കാണാനും പിന്നെ നാടെന്ന് ശരിക്കും ആസ്വദിക്കാനും ഒക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഒരു 3 hours കൂടെ ഇനി ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ ശരിക്കും ഇപ്പൊ ലഗേജ് എടുത്തപ്പോ അലീനക്ക് ചെറിയൊരു പണി കിട്ടിയില്ല. അലീനയുടെ 2-3 പ്രൊഡക്ട്സ് എടുത്ത് മാറ്റേണ്ടി വന്നു. അതെന്തായിരുന്നു സംഭവം? അത് ശരിക്കും അവര് ക്യാബിനിൽ നമുക്ക് 100 ml പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു കാര്യം അവളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും അത് അറിയില്ലായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പാക്ക് ചെയ്ത് ഇവിടുന്ന് നാട്ടിലോട്ട് പോകുന്നത് തന്നെ. മേ ബി അതിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കാം. അവരത് എൻ്റെ 2-3 പ്രോഡക്ട്സ് എടുത്ത് ഈ മേക്കപ്സിന്റെ ടോണറും പിന്നെ സെറോ ഒക്കെ ആയിട്ടൊക്കെ സാധനമൊക്കെ എടുത്ത് അവർ പറഞ്ഞു. നമ്മൾ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല, അവർ തരില്ല, അവരത് ത്രോ ഔട്ട് ചെയ്തു. അത് മെയിൻ ആയിട്ട് 200 ml മേളിലുണ്ടായതുകൊണ്ടാണ്. ശരിക്കും നമുക്ക് 100 ml വരെ നമുക്ക് ബാഗിൽ കൊണ്ടുപോകാം. 100 മേളിലോട്ടാണെങ്കിൽ അവർ യാതൊരു ദാക്ഷിണ്യം കാണിക്കില്ല. അത് എത്ര രൂപയുടെ ആണെങ്കിലും അവരെടുത്ത് കളയും. ഇപ്പം എൻ്റെ ഒരു ശ്രീലങ്കയുടെ വീഡിയോ കണ്ടാൽ അറിയാം, അതിലുള്ള എല്ലാ സാധനവും അവരെടുത്ത് കളഞ്ഞു. പിന്നെ ടേപ്പ്, പിന്നെ നൈഫ് പോലത്തുള്ള ഷാർപ്പായിട്ടുള്ള എല്ലാ സാധനവും എടുത്ത് കളഞ്ഞു. പിന്നെ ഈ എയർപോർട്ടിൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഏഴായി നടക്കണം. ഫുഡിന് ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇല്ല, രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കണം. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലം പോലും ഇല്ല ഒന്ന് കണ്ടെത്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തെങ്കിലും സാധനം നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇപ്പം നമ്മളിവിടെ മെക്ഡിയോ, KFCയോ ബർഗർ കിങ്സോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ആകെ ഉള്ള ഒരു വെതർ സ്പൂണാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ വരെ പോവാണ്. പിന്നെ ഒത്തിരി മഫിൻസിൻ്റെ കട കണ്ടു. നമ്മുടെ കോസ്റ്റ കോഫി, നീറോ കോഫി അങ്ങനെയുള്ള സംഭവങ്ങൾ, അതല്ല വേറെ ഒന്നും കണ്ടില്ല. പിന്നെ കോൾഡ് ആയിട്ടുള്ള സാൻഡ്വിച്ചസും അങ്ങനെയുള്ള ബർഗേഴ്സും സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. മദ്യത്തിനൊക്കെ എയർപോർട്ടിൻ്റെ അകത്താണ് റേറ്റ് കുറവെന്ന് തോന്നുന്നു അല്ലേ? ഡ്യൂട്ടി ഫ്രീയിലാണ് ഏറ്റവും റേറ്റ് കുറവ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ വന്നാണ്. ഇപ്പം ഇവൻ നമുക്കൊരു ബോട്ടിൽ എടുക്കുവാൻ ചില ഓഫേഴ്സ് ഉണ്ട്. 2x1 ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് buy 1 get 1 പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. പുറത്തെടുക്കുന്നതിനേക്കാളും നല്ല അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഇതിനകത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നു. ഫീൽഡിൽ നിന്ന് കണ്ടാണ് ഇന്നിവിടെ വരുമെന്നോ ഇങ്ങനെ കാണാൻ പറ്റുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ എന്തോ നമുക്ക് പഠിച്ചോ വിചാരിച്ച് കാണാൻ പറ്റി. അപ്പം എന്താണ് എയർപോർട്ടിനെ പറ്റി ഈ ദുബായിൽ വർക്ക് ചെയ്തിട്ട് UK വരുമ്പോൾ ഒരു ഫീൽ എന്താണ്? ദുബായിൽ വർക്ക് ചെയ്തിട്ട് UK വരുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടും. ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി കുറവാണ്. എന്നുവെച്ചാലും കുഴപ്പമില്ല, നമ്മൾ നാട് വിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫാമിലി കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അത്ര വലിയ വിഷമങ്ങൾ കാര്യങ്ങളില്ല. ശരിക്കും ഈ ഒരു ട്രിപ്പിന് നിങ്ങൾക്ക് 3 പേർക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് തന്നെ എത്രയായി? ജസ്റ്റ് ഒന്ന് അറിയാനാട്ടോ. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് 1560 അപ്പ് ആൻഡ് ഡൗൺ. ഒമാൻ എയർവേസ് ആണ്. അത്യാവശ്യം നല്ല ഫ്ലൈറ്റ് ആണെന്ന് പറയുന്നത്. 1560 നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്ക് ലേ ഓവറോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ലേ ഓവർ 1 hour 15 minutes ആണ് ലേ ഓവർ വരുന്നത് ഒമാനിൽ. അത് വളരെ കുറവ് ലേ ഓവറാണ്, ബെറ്റർ ആണത്. അപ്പോൾ എവിടെ നിന്നാണ് ടിക്കറ്റ്? ഏത് ആപ്പിൽ നിന്ന് എടുത്തത്? അല്ല, ആപ്പല്ല, നമ്മൾ ഫ്ലൈമേറ്റ്സ് എന്നുള്ളൊരു നമ്മുടെ ഒരു ഫ്രണ്ടിന് തന്നെ ഒരു ട്രാവൽസ് ഉണ്ട്, അവിടെ നിന്ന് എടുത്താണ്. അത് നല്ല സർവീസാണ് അവരത്. അല്ലേ? ഇപ്പോൾ പുള്ളിക്കൊരു പെയ്ഡ് പ്രൊമോഷൻ ആയി പോയല്ലോ. അതെ, അല്ല പ്രൊമോഷൻസ് അല്ല, പുള്ളി നല്ല നമുക്ക് ഡീൽ ചെയ്യാനൊക്കെ നല്ല ഒരു ആളാണ്. അപ്പോൾ നമ്മൾ കാശിക്ക് ഒറ്റയടിക്ക് കൊടുക്കണോ അതോ നമുക്ക് കടുവായിട്ട് കൊടുത്താൽ മതിയോ? അത് നമ്മളെ ഡിപ്പെൻസ്. നമ്മളിപ്പോൾ റെഡി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. കാരണം നമ്മൾ എന്താ പറയുക, EMI ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ നമുക്കതൊരു ബാധ്യതയായിട്ട് വരികയല്ലേ. ഒറ്റയടിക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലവ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനി ഇവിടുന്ന് നാട്ടിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ എന്ത് കാര്യമാണ് മിസ് ചെയ്യണത്? നാട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ആഴ്ചയിലെ സാലറിയാണ് മിസ് ചെയ്യുന്നത്. ആഴ്ചയിലെ സാലറി? അതെ, നമ്മൾ മാസത്തിൽ സാലറി കിട്ടിക്കൊണ്ടിരുന്ന ആൾ നമ്മൾ ഇവിടെ വന്നിട്ട് പുതിയതായിട്ട് നമുക്ക് കിട്ടിയൊരു ഇതെന്ന് വെച്ചാൽ ആഴ്ചയിൽ നമുക്ക് സാലറി കിട്ടുന്നതാണ് മണിക്കൂറിന്. അപ്പോൾ അതൊരു മിസ്സിംഗ് ആണ്. ശരിക്കും UK വന്നിട്ട് ഇപ്പം നാട്ടിലോട്ട് പോകാണല്ലോ, ഇവിടെ നിന്ന് എന്ത് കൾച്ചറാണ് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്? ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചത്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ അപ്പോളജൈസ് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ. ഒരു ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ക്രോസ് ചെയ്താൽ, ഒന്ന് മുട്ടിയാൽ സോറി, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വായിൽ വരുന്നതാണ്. ഇവിടെ നിന്ന് അത് കിട്ടിയതാണത്.
ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഓക്കെ ഇപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇവിടെ അത് കുറച്ചുകൂടി കൂടുതലാണ്. കുറച്ചുകൂടി എന്താ പറയുക, നമ്മളെ സപ്പോർട്ടീവ് ആണ് ആൾക്കാർ. പിന്നെ ഒരു ചോദ്യം, ഇപ്പൊ ദുബായിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ദുബായിൽ ഞാനൊരു 13 വർഷം ഉണ്ടായിരുന്നു. 13. ഇപ്പൊ UK വന്നിട്ട് 3 വർഷമായി. ആ, പേഴ്സണലി ഏതാണ് ഒരു ഫാമിലി ലൈഫിന് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള രാജ്യം ഏതാണ്? ഫാമിലി ലൈഫിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ദുബായാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് നാട്ടിൽ പോകാനാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നതിന് നമുക്ക് നാട്ടിൽ പോകാനാണെങ്കിലും ദുബായാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് വരാം. നമുക്കിവിടെ UK താമസിക്കാൻ നല്ലതാണ്. നമ്മുടെ വെതർ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ആൾക്കാരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസിയാണ്. പക്ഷേ നമുക്കൊരു പെട്ടെന്നൊരു നാട്ടിൽ പോക്ക് ഇവിടെ നിന്ന് നടക്കില്ല. കാരണം ഒരു 13 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് അവിടെ എത്താന്ന് പറയുമ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് നമുക്ക് എത്താൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും. ഇപ്പൊ തന്നെ ടിക്കറ്റിന് 1600 പൗണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ 1,70,000 രൂപ എന്ന് പറഞ്ഞു. എത്ര നാൾ മുമ്പ് എടുത്ത ടിക്കറ്റ് ഇത്? ഒരു മാസം മുന്നേ എടുത്ത ടിക്കറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്ത ഒരു ട്രാവൽസ് അവർ കുറച്ചുകൂടി ബെറ്റർ നല്ലൊരു സർവീസ് ആയത് കാരണം എനിക്ക് ആ റേറ്റിന് കിട്ടിയത്. അപ്പം ഇവിടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? ഞാൻ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഏതായിരുന്നു കോഴ്സ്? ഡാറ്റാ സയൻസ്, MSc ഡാറ്റാ സയൻസ്. ഡാറ്റാ സയൻസ്. എങ്ങനെയുണ്ട് ആ കോഴ്സ് പഠിച്ചിട്ട്? കുഴപ്പമില്ല, നല്ല കോഴ്സാണത്. നാട്ടിൽ പോകണല്ലോ. മെയിൻ ആയിട്ട് UK എന്ത് സാധനമാണ് നാട്ടിലോട്ട് മേടിച്ചോണ്ട് പോയത്? പിള്ളേർക്ക് കുറെ ടോയ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ്, പിന്നെ ഡ്രസ്സ്. അതെന്താ നമ്മുടെ നാട്ടിൽ ഡ്രസ്സ് കിട്ടൂലേ? ഉണ്ട്. ഇവിടുത്തെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഒരു വെസ്റ്റേൺ ആ ഒരു ടച്ച് വരുന്നതുണ്ടല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് ഗൈസ്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ നമ്മൾ ആനിനെ പരിചയപ്പെട്ടു. ആൻ നമ്മുടെ NHS ഏതാ ബാൻഡ് ഏതാ? ആൻ 5 ആയിട്ട് വർക്ക് ചെയ്യാണ്. UK ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് നാട്ടിലോട്ട് പോണ? 4 ഇയേഴ്സ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു UK ഒരു ഈ 4 വർഷം കൊണ്ട് UK എന്താണ് മനസ്സിലാക്കിയത്? ലൈക്ക് ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ബാക്ക് ഹോം മിസ് ചെയ്യും. നമ്മുടെ നാട് വന്ന ടൈമിലൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ 4 ഇയേഴ്സ് ആയില്ലേ. ടു ബി ഓണസ്റ്റ് ഫോർ മീ ആൻഡ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ജോബാണെങ്കിലും നമ്മുടെ ലൈഫാണെങ്കിലും എല്ലാം ബെറ്ററാണ്. എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ. ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ഓക്കെയാണ്, ഹാപ്പിയാണ്. പിന്നെ ബോത്ത് നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് എല്ലാം ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു 6 മാസമെങ്കിലും. ആ UK ഒരു നേഴ്സിങ്ങും ഇന്ത്യയിലെ ഒരു നേഴ്സിങ്ങും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും, എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്ര കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുത്താലും നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഇല്ല. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക ആൾക്കാർ, നമ്മളുടെ ഹാർഡ് വർക്കിനുള്ള ആ ഒരു ബെനിഫിറ്റ് അവർ കൺസിഡർ ചെയ്യും. അതിനുള്ള പേയ്മെൻറ്റ് ഓഫ് കോഴ്സ് നമ്മളത് പറയണമല്ലോ. നാട് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നാട്ടിലൊരു നേഴ്സിന് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും പൈസയൊക്കെ മുടക്കി നമ്മൾ പഠിച്ച് ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ പറയുമ്പോൾ മാലാഖമാരെന്നൊക്കെ പറഞ്ഞാലും അത്രയും ഒരു റെക്കഗ്നീഷൻ നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ഇവിടെ ആയിരിക്കും, എബ്രോഡ് എവിടെയെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ. ഇന്നിപ്പോൾ ഫ്ലൈറ്റിന് എങ്ങനെയാണ് ടിക്കറ്റ് എല്ലാം എടുത്ത് സ്വന്തം എടുക്കുമായിരുന്നു? ഞാൻ സ്കൈ സ്കാനർ വഴി എടുക്കാറ്. 4 ഇയേഴ്സിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആനെ പരിചയപ്പെട്ടു. ആൻ ഞങ്ങളുടെ നാട്ടുകാരി തന്നെയാണ്. പിറവല്ലേ നാട്ടിലെ? പിറവൻകാരിയാണ്. പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് എന്താണ് പരിപാടി? അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ബേബിയുടെ ബാപ്റ്റിസത്തിന് പോണതാണ്. സോ ജസ്റ്റ് ഒരു 10 ഡേയ്സ് ബാപ്റ്റിസം കഴിഞ്ഞു ബാക്ക് ടു UK. UK ഞാൻ കെറ്ററിംഗ് നോർത്താംപ്ടണിൽ ഏതാണ് നല്ല റെസ്റ്റോറൻറ്റ്? നോർത്താംപ്ടൺ എനിക്ക് തോന്നുന്നു മന്ന, മലബാറി, കള്ളുഷാപ്പ്. UK ഇത്ര നാൾ ഫുഡ് കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടിയെന്ന് ഫീൽ ചെയ്ത റെസ്റ്റോറൻറ്റ്, മലയാളി റെസ്റ്റോറൻറ്റ് പറയണമെന്നില്ല, ആൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു റെസ്റ്റോറൻറ്റ് ഏതാണ് UK? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോർത്താംപ്ടൺ മന്നയിലെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെയോ? നാട്ടിലെ എല്ലാ ഫുഡും അടിപൊളിയായിരിക്കും. ബാക്ക് ഹോം സീനാണല്ലോ, വികാരമാണല്ലോ. അപ്പോൾ ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുക്കാൻ നേരായി. ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ട. അപ്പോൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തോ. അപ്പോൾ എന്താണെങ്കിലും ആനെ കാണാനും പരിചയപ്പെട്ടാലും വളരെ സന്തോഷം. ബൈ ഗൈസ്. നാട്ടിലിറങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ഒരു ചൂടിൻ്റെ ഒരു ഇത് അനുസരിച്ച് ആ എക്സൈറ്റ്മെൻറ്റ് പുറത്തിറങ്ങുമ്പോൾ പോകുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അൺസഹിക്കബിൾ ഇപ്പം തന്നെ. ഫുഡ് കിട്ടുകൊണ്ട് നാട്ടിലോട്ട് വന്ന് എനിക്ക് സത്യം പറഞ്ഞ സർട്ടിഫിക്കറ്റ്. ഞാനൊരു ലണ്ടൻ വൈബിലാണ് സ്റ്റിൽ. എന്ത് ചെയ്യാൻ, ആ വിഷമം അങ്ങോട്ട് മാറി കിട്ടും ഉടനെ. 12 ദിവസത്തേക്കാലോ വന്നേക്കണ? ജസ്റ്റ് 12 ദിവസമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ്റെ ബേബിൻ്റെ ബാപ്റ്റിസം. സോ
തിരിച്ചപ്പം ഏതാ ഫ്ലൈറ്റ് അപ്പം? സെയിം എത്തിഹാദ് തന്നെ. എത്തിയാത് തന്നെ അല്ലേ? അടിപൊളി ഫ്ലൈറ്റ് അല്ലായിരുന്നു. അടിപൊളി ഫ്ലൈറ്റ് ആണ്. ലാൻഡിങ് ഒക്കെ പക്കയായിരുന്നു. ആ ഒരു എന്താ എയർ ഗട്ടറോ അങ്ങനെ ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല. പിന്നെ ഫുഡ് ആണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ബോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും ചോദിച്ചേ ബിസിനസ് ക്ലാസ്സോ എന്നൊക്കെ, കാരണം അത്രയും നൈസ് ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ആയിരുന്നു അല്ലേ? ഈ വീഡിയോ കാണുന്ന എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് ആസ് NHS നേഴ്സ്? അസൻ NHS നേഴ്സ് എനിക്കൊന്നും പറയാനില്ല. അസൻ മലയാളി ആരും മെയ് ജൂൺ മാസം, ജൂൺ എനിക്കറിയില്ല, പക്ഷെ മെയ് മാസത്തിൽ ആരും നാട്ടിലേക്ക് വരണ്ട. നല്ല ചൂടാണ് ഗൈസ്. വേറെ ഒന്നും പറയാനില്ല. ഇത് നിന്നേക്കാളും കൂടുതൽ പെട്ടിയുണ്ടല്ലോ. ഇത് പെട്ടിയാലോ കൂടുതൽ? ആക്ച്വലി പെട്ടി മാത്രമേ ഉള്ളൂ, പെട്ടിക്കകത്തൊന്നുമില്ല. പക്ഷെ തിരിച്ചു പോകുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ പൊതുവെ. തിരിച്ചു പോകുമ്പോൾ സാധനം കൊണ്ടുവരാൻ വേണ്ടി പെട്ടി കൊണ്ടുവന്നല്ലേ? പ്ലാൻ ചെയ്തിട്ടാണ്.